ഞാൻ നിഖിൽ. ആ, എന്താ ചെയ്യുന്നത്? ഞാൻ ഫിനാൻസ് വർക്ക് ചെയ്യാണ്, മുത്തൂർ ഫിനാൻസ് വർക്ക് ചെയ്യാണ്. ഞാൻ ഷജീർ, എന്താ ചെയ്യുന്നത്? ഡ്രൈവറാണ്. ഡ്രൈവറാണ്. ഇപ്പോൾ എങ്ങനെയാണ് യുവാക്കൾ എന്ന സിനിമയുടെ ഭാഗമായത്? മനസ്സാറ് എന്നെ വിളിച്ചു പോന്നു. ചേട്ടൻ എങ്ങനെയാണ്? ഞാൻ മനസ്സാറായിട്ടുള്ള പരിചയത്തിലാണ് ഇതിനു മുകളിൽ വന്നപ്പോൾ കുഴപ്പമില്ല. ഫസ്റ്റ് ടൈമാണ് ഫിലിം പറഞ്ഞ ഇൻഡസ്ട്രിക്ക് വരുന്നത്. കുഴപ്പമില്ല. ഇവിടെ വന്നവർ പ്രത്യേക ഇത് തന്നെയാണ്. അത് ഇല്ല, അതിന് മുന്നേ വേറൊരു മൂവിയുടെ പൂജ കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ ഇതിലേക്ക് വിളിച്ചത്. കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പിന്നെ ഫിലിം പറഞ്ഞൊരു കേട്ടറിവ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതലുള്ള ഇതറിയാൻ പറ്റിയത്. കുഴപ്പമില്ല, നല്ല ഫിലിമാണ്. ഇല്ല, ഞാൻ ആദ്യത്താണ്. അങ്ങനൊന്നുമില്ല. മനോഹരൻ സാറ് ഫേസ്ബുക്കിൽ കണ്ടിട്ട് അങ്ങനെ ഫേസ്ബുക്കിൽ ജസ്റ്റ് ഫോട്ടോ വിളിച്ചാണ്. അപ്പൊ എങ്ങനെയാണ് അഭിനയിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്? തീരുമാനം വിളിച്ചു പോന്നു. ഒരു അങ്ങനെയൊന്നുമില്ല, ഒരു ധൈര്യം മനസ്സിലായി. വിളിക്കുമ്പോ നമ്മളെന്തായാലും ചിന്തിക്കൂലോ പറ്റിക്കണാണോ. ശരിയാവും. ഒരു ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, എപ്പോഴെങ്കിലും സിനിമയിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിളിച്ചപ്പോ വന്നത്. ഇല്ല, ചോദിച്ചില്ല. അതെ, നമുക്ക് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെ പബ്ലിക്കിൽ വെച്ചിട്ടുള്ള ഒരു ക്യാമറ പോസ് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട്. പിന്നെ ഒരു ഭയം ഓരോതൊക്കെ ഉണ്ട്, ചമ്മലൊക്കെ ഉണ്ട്. അത് നമ്മൾ വീട്ടിൽ റീൽസും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു റൂമിൽ അതിൻ്റെ ഒരു ഇതല്ലേ. ഇവിടെ വന്നപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇതൊക്കെ മാറി. എന്നുവെച്ചാൽ ഓരോ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ തരുമ്പോൾ സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെന്റ്. പിന്നെ ഇപ്പോൾ ഓക്കെയാണ്. എന്താ വെച്ചാൽ ചെയ്യാനൊരു കോൺഫിഡൻസും ഉണ്ട്. മുമ്പ് നമ്മളൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷനും പേടിക്കായിരുന്നു. അങ്ങനെയാണ് സംഭവം. കുഴപ്പമില്ല. ക്യാരക്ടർ എന്താണ് സിനിമയുടെ? ഒരു വില്ലനാണ്. നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയി. എനിക്ക് വില്ല റോൾ തന്നെയാണ്. അതെ, കോമ്പോ ചെയ്യുന്നതാണ്. ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. വിനിയുണ്ട്, വില്ലന്മാരും ഒത്തിരി ഉണ്ട്. ഉണ്ട് മൂവിയാണ്. എന്താ വെച്ചാല് ഒരു ഡ്രഗ്സിനെ ഇതിനൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു മൂവി ആയതുകൊണ്ട് അതെ ലഹരി സമ്മതം മെസ്സേജ് കൊടുക്കുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ അതുകൊണ്ട് വില്ലന്മാർക്കാണ് കൂടുതൽ ഇതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കഥയുടെ ഒരു സ്ക്രിപ്റ്റിൽ അറിയണത്. എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. നമുക്ക് വില്ലനാകാൻ പറ്റും എന്നുള്ളൊരു ഇതില്ല, കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നാലും കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ ഈ ലവ് സീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫുള്ള് ചിരിയും സ്മൈലും മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വില്ലൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇതാവണല്ലോ. ഇല്ല, ഷോർട്ട് ഫിലിം ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണിത്. ഇല്ല, സ്കൂളിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ റീൽസ് തന്നെ ഉള്ളൂ, അതന്നെ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് സംഭവം. എനിക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ താല്പര്യപ്പെട്ടു. ഇത് ഇങ്ങനെ തുടർന്ന് ചെയ്യാൻ താല്പര്യമുണ്ട്. നിങ്ങൾ വർക്ക് കിട്ടുവാണെങ്കിൽ തുടർന്ന് ചെയ്യും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ചെയ്യും. നിർബന്ധമില്ല. ഇതിൽ അതിനു വേണ്ടിട്ട് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് വർഷങ്ങള് സിനിമയ്ക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഒക്കെയാണ് കിട്ടുന്നത്. അങ്ങനെ ഉള്ളൊരു ഇതൊന്നും ഇതില്ല. അതിന് വിളിക്കുകയാണെങ്കിൽ അല്ലേ? അപ്പൊ ഈ സിനിമയുടെ ലൊക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, നല്ലൊരു ഇതായിരുന്നു. പല സ്ഥലങ്ങളിലും നല്ലൊരു ആളുകളുടെ ഒപ്പം ഉള്ളൊരു നല്ല എങ്ങനെയുണ്ടായിരുന്നു അവരായിട്ടുള്ളൊരു എല്ലാവരും നല്ലൊരു കുടുംബം പോലെ കുഴപ്പമില്ലാണ്ട് പോരും. നല്ലൊരു ടീം വർക്കായിരുന്നു. എന്താ വെച്ചാൽ എല്ലാവരും നല്ല സഹകരണ മനോഭാവത്തോട് കൂടിയുള്ളത്. പേടിയായിരുന്നു. എന്താ വെച്ചാൽ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എന്താണെന്നറിയില്ല. പല ആളുകൾ പുതിയ ആളുകളാണ്. പക്ഷെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി മൈൻഡാണ്. ഇപ്പം മനുവേട്ടനാണെങ്കിലും നല്ല ഒരു ഡയറക്ടർ ലെവലല്ല, എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി. നമുക്ക് അധികം ഹാർഷായിട്ട് സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. നല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി. ഡയലോഗ് ആണെങ്കിലും അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോയിരുന്നു. യുവാക്കൾ ഇറങ്ങാൻ പോവാണ് ഓണത്തിനോടനുബന്ധിച്ച്. അപ്പൊ എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാരും കാണുക, വിജയിപ്പിക്കുക. പിന്നെ പറഞ്ഞോ, അത്രേ ഉള്ളൂ. നല്ലൊരു മെസ്സേജാണ്. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ യുവതലമുറയുടെ ഇതിനെ കുറിച്ചിട്ട്, ഡ്രഗ്സിനെ ഇതിനെ കുറിച്ചിട്ട്. അപ്പൊ എല്ലാവരും കാണുക. അതിനെ കുറിച്ചുള്ള പ്രതികരണമാണ് സംഭവം. അപ്പൊ അത് എന്തായാലും കാണുക, വിജയിപ്പിക്കുക, നല്ല രീതിയിൽ ഇതാക്കുക. മോട്ടിവേഷൻ ആണ് എന്തായാലും സംഭവം. അത്രയാണ്. ഓക്കെ, താങ്ക് യു.